ഫസ്റ്റ് ടൈം ആണോ റാമ്പ്? ചേച്ചിയും ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ, രണ്ടുപേരും ഫസ്റ്റ് ടൈം ആണ്. നിങ്ങള് ഒരുപോലെ ഉണ്ട്. ആ അതെ, ഇവിടെ ഒരുപോലെ ഉള്ളവർക്ക് ഒന്നില്ലെങ്കിൽ ചേച്ചി അനിയത്തി അല്ലെങ്കിൽ അമ്മയും മോളാണ്. രണ്ടുപേരുടെ കണ്ണൊക്കെ ഒരുപോലെ ഉണ്ട്. അതാണ് എനിക്ക് ഡൗട്ട് തോന്നിയത്. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോളും +1 കേട്ടോ. അപ്പൊ ഇവിടെ +1 പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതിനെ പറ്റിട്ട് എന്താണ് ഒരു അഭിപ്രായം? അതുകൊണ്ട് ഫ്രീ ആയിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാം, ഫ്രീ ആയിട്ട് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം അല്ലേ? മോൾക്ക് താല്പര്യമില്ല. അയ്യോ, പക്ഷെ എനിക്കാണ് ഇങ്ങനത്തെ അമ്മേനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലായിടത്തേക്കും അമ്മേനെ കൊണ്ട് പോയാല്. മോള് ഫുള്ള് സിമ്പിളിന്റെ ആളാണ്, പക്ഷെ നന്നായിട്ടുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണോ ഇത്? ലൈക്ക് ഇങ്ങനത്തെ കേരള സാരി, കേരള സെറ്റുമുണ്ട്. ഇത് മോളുടെ അമ്മയുടെ സെലക്ഷൻ ആണ്. അപ്പൊ ചേച്ചിക്ക് എന്താ മോളെ ഇങ്ങനെ കാണാനുള്ള ഒരു ആഗ്രഹം? അങ്ങനെയല്ലടാ, എനിക്കറിയാം. ഞാൻ ഇവിടെ എനിക്ക് കൊണ്ടുപോയി, ഞാൻ കൊല്ലത്തുനിന്ന് വരിക. അപ്പൊ കൊല്ലത്തുനിന്ന് നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊല്ലത്തുനിന്ന് ആള് വന്നിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് അത്രയും ലോങ് നമുക്ക് ഒരാളെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നില്ലായിരുന്നില്ല. അപ്പൊ മോളെ കൊണ്ടുവന്നു. പുള്ളിക്കാരത്തി ഈ സാരി ഒന്നും അങ്ങനെ ഉടുക്കാത്തതുകൊണ്ട് അവള് ഭയങ്കര അൺകംഫോർട്ട് ആയിരിക്കും. അപ്പൊ ഇതാകുമ്പോ അവക്ക് കുഴപ്പമില്ല. ഇത് തന്നെ പ്രോബ്ലം ആണ്. അപ്പൊ ഞാനൊരു മത്സരത്തിൽ അവർക്ക് എപ്പോഴും ഈ യൂണിഫോം സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ട് സാരി എന്ന് പറയുന്ന ഒരു സാധനം, പിന്നെ ഞാൻ വെറുതെ ഇത്രയും ലോങ് ഇത്രയും യാത്ര ചെയ്ത് കൊണ്ടുവരുന്നത് വെറുതെയാവും. ഒന്നില്ലല്ലോ മത്സരത്തിൽ പങ്കെടുക്കുമ്പോ ഇത്രയെങ്കിലും ഒരു കോൺഫിഡൻസ്. പക്ഷെ ഇവിടെ എല്ലാവരും ഓരോ കളർ ബ്രൈഡിനെ എടുത്തപ്പോ ചേച്ചിയാണ് നമ്മുടെ കേരള സ്റ്റൈലിൽ എടുത്തേക്കുന്നത്. കേരളത്തിന്റെ ഒരു ഹിന്ദു ബ്രൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരല്ലേ, മുല്ലപ്പൂവ്, തുളസിമാല. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് നമ്മുടെ ഇപ്പൊ ബ്രൈഡിന്റെ അത്രയും ഒരു സൈസ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് സാരിയൊക്കെ അതിൽ വെച്ചിട്ടാകുമ്പോ ഒരു ബോറായിരിക്കും. ഇത് നോട്ട് ദ പോയിന്റ്. സൈസ് ഇല്ലാത്ത കുട്ടികൾ, അതായത് മെലിഞ്ഞ കുട്ടികൾക്ക് ഉള്ളവർക്കും എല്ലാവർക്കും, അതായത് ഏത് സ്കിൻ ടോണിനും ഏത് ബോഡി സൈസിനും നമുക്ക് സ്യൂട്ട് ആവുന്ന ഒരു സാധനമാണ് ഈ സെറ്റുമുണ്ട്. ഓക്കെ, നല്ലൊരു പോയിന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. ചേച്ചി കൊല്ലത്താണ് വീട് വരുന്നത്? കൊട്ടാരക്കര. കൊട്ടാരക്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ചേച്ചി വരുന്നത്. അല്ല, എല്ലാ സ്ഥലം ഫേമസ് ആണ്. അപ്പൊ പറയൂ, ഞാനൊരു 8 വർഷമായിട്ട് 10 വർഷമായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളായിരുന്നു. ഇപ്പോഴാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. പിന്നെ ഞാൻ PSC ടീച്ചറായിരുന്നു. PSC ബ്യൂട്ടീഷ്യനാണ്, ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി. പിന്നെ ഞാനിപ്പം മേക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, കാരണം ഞാൻ PSC എഴുതി ലാസ്റ്റ് ലിസ്റ്റിൽ വന്ന് പുറകിലായി പോയി. അപ്പം പിന്നെ ഇനി എന്തായാലും നമുക്കൊരു പ്രൊഫഷൻ അറിയാലോ. അപ്പൊ അത് കുറച്ചും കൂടെ ഇതാക്കണമെന്ന് ഓർത്ത് ഞാനിപ്പോ 1 month ആയിട്ട് കൊട്ടാരക്കര ഒരു പാർലർ ഇട്ടു. അപ്പൊ അതിന്റെ ഒരു എന്താ വെച്ചാൽ അതെല്ലാരും ഒന്ന് അറിയാം. ഞാൻ സത്യത്തിൽ ഇതിനകത്ത് പങ്കെടുത്തതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിൻ്റെ അകത്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കുക, നമ്മുടെ ഒരു പാർലറിനെ കുറിച്ച് എല്ലാവരും ഒന്ന് അറിയുക. ഞാൻ ഈ ടീച്ചർ പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാൻ മേക്കപ്പ് ചെയ്യുവോ ഇല്ലയോ എന്ന് ആർക്കും അറിയാവുന്ന അറിയത്തില്ല. കൊല്ലം കൊട്ടാരക്കരയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. ചേച്ചിയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് രമ്യ. രമ്യ ചേച്ചി ടീച്ചർ മാത്രല്ല ആർദ്ര മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോ ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? അത്രേ ഉള്ളൂ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുക. ചേച്ചിയുടെ മേക്കപ്പ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സ്റ്റുഡിയോ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ആർദ്ര മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നാണ്. മോളുടെ പേരാണോ ആർദ്ര? ഓക്കെ, ഒരു മോളാണ്. മോനും മോനും ഉണ്ട്. ഓക്കെ, ശരി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.